അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ അശാന്തിക്ക് പരിഹാരം കാണാൻ മേഖലയിൽ പുതിയ സൈനിക സഖ്യം രൂപീകരിക്കാനുള്ള നീക്കം ശക്തമാണ്. ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ സംയുക്ത സുരക്ഷാ കൗൺസിലിനുള്ളിലുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സംയുക്ത സുരക്ഷാ കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ള നീക്കത്തിന് പിന്നിൽ ഇറാഖ് എന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ച ചരിത്രപരമായ മക്ക സംയുക്ത പ്രതിരോധ കരാറിന് തൊട്ടു പിന്നാലെയാണ് ഇറാഖിന്റെ ഈ പുതിയ നീക്കം എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇറാഖിന്റെ ഈ നിർദ്ദേശത്തോട് സൗദി അറേബ്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം അമേരിക്കയുമായുള്ള യുദ്ധം അനിശ്ചിതമായി നീളുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഫീസ് ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇറാൻ പാർലമെന്ററി അടക്കമുള്ള തീരുമാനത്തിന് ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇറാനി റിയാലിലോ ഇറാൻ നിശ്ചയിക്കുന്ന കറൻസിയിലോ ഫീസ് ഈടാക്കുമെന്നാണ് പ്രഖ്യാപനം. സർവീസ് ചാർജ് എന്ന നിലയിലാണ് പണം ഈടാക്കുക എന്നും വിശദീകരണമുണ്ട്. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ പണം നൽകണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനായി പാകിസ്ഥാൻ സേനാ മേധാവി അസീം മുനീർ ഇന്ന് ഇറാനിലെത്തും. അതിനിടെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്കും അതിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്ത് വന്നതും ശ്രദ്ധേയമായിട്ടുണ്ട്. കാഴ്ചക്കാരായി നിന്ന് അഭിപ്രായം പറയാൻ എളുപ്പമാണെന്നും അഭിപ്രായം പറയുന്നവർ മുന്നോട്ട് വന്ന് സഹായിക്കണമെന്നും പെസഷ്കിയാൻ ആവശ്യപ്പെടുന്നു. അമേരിക്കയുമായുള്ള സമാധാന ധാരണ തകർന്നതിൽ ആണ് ഇറാൻ പ്രസിഡന്റിന്റെ വിമർശനമെന്നാണ് സൂചന. പുതിയ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയുടെ അനുമതിയോടെയാണ് ധാരണ ഒപ്പിട്ടതെന്നും മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന നീക്കങ്ങൾ ഇറാനിലെ തീവ്ര നിലപാടുള്ള വിഭാഗം നിരന്തരം തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇക്കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ പ്രസിഡന്റ് വിമർശനം അഴിച്ചുവിട്ടത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അംഗീകൃത രാജ്യങ്ങളുടെ കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കാൻ ഇറാന്റെ തീരുമാനം എന്ന് പറയുന്നത് ഇറാന്റെ ഒരു ടോൾ മാതൃകയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഹോർമുസിൽ അമേരിക്കയുമായുള്ള നയതന്ത്ര തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഈ സുപ്രധാനമായ ഒരു നീക്കമുണ്ടായത്. നാവിഗേഷൻ, അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണം, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കാണ് ഫീസ് ഈടാക്കുക എന്നാണ് ഇറാൻ ദേശീയ കമ്മീഷൻ വക്താവ് ഇബ്രാഹിം റേസായി വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ കർമ്മ പദ്ധതിയുടെ 3ാം അനുച്ഛേദം ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചതായി ഇറാൻ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. ഇൻഷുറൻസ്, സുരക്ഷ തുടങ്ങിയ മറ്റ് സേവനങ്ങൾക്കും ഫീസ് നൽകേണ്ടി വരും. ഇറാനിയൻ റിയാലായോ രാജ്യം ആവശ്യപ്പെടുന്ന മറ്റ് വിദേശ നാണയങ്ങളിലോ തുക അടയ്ക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ലളിതമായ സാമ്പത്തിക വ്യവസ്ഥകളാണ് ഇതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നാണ് ഇറാൻ പറയുന്നത്.